ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു വെക്റ്റർ സ്പേസിന് സ്പാൻ ചെയ്യുവാൻ ഫൈനൈറ്റ്ലി മെനി എലമെൻറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ അത്തരം വെക്റ്റർ സ്പേസിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ എന്താണ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. A set v1, v2, etc. vn is called a basis of a vector space V if it spans the vector space and also if the set is linearly independent. ഇനി നമ്മൾ പ്രൂഫ് കൂടാതെ ഇവിടെ ഒരു റിസൾട്ട് ആദ്യം തന്നെ സ്റ്റേറ്റ് ചെയ്യാണ്. All bases for a finite dimensional vector space have the same number of vectors. For example, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ R3 കൺസിഡർ ചെയ്തിരുന്നു. R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് 1 0 0 0 1 0 0 0 1. ഇതുകൂടാതെ നിങ്ങൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ട് വിവിധ ബേസുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ബേസിസ് എഴുതിയിട്ടുണ്ടായിരുന്നു R3യുടെ. ഫോർ എക്സാമ്പിൾ 1 0 2 2 0 3 ഈ രണ്ട് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എക്സെറ്റ് പ്ലെയിനിലുള്ള. ദെൻ 1 2 3 എന്ന ഒരു വെക്റ്റർ ഈ പ്ലെയിനിലല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ദീസ് 3 വെക്റ്റേഴ്സ് സ്പാൻസ് R3. ഇത്തരത്തിൽ നമ്മൾ R3യുടെ ഏതൊരു ബേസിസ് എഴുതിയാലും അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ആൻഡ് ദിസ് നമ്പർ ഇസ് കോൾഡ് ദ ഡയമെൻഷൻ ഓഫ് ദ വെക്റ്റർ സ്പേസ്. സോ R3യുടെ ബേസിസിൽ 3 എലമെൻറ്റ്സ് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് R3യുടെ ബേസിസിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ R3യുടെ ഡയമെൻഷൻ 3 ആണ്. ഓക്കെ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ Rnൻ്റെ ഡയമെൻഷൻ n ആയിരിക്കും. Pn is the set of all polynomials of degree up to n. അതിൻ്റെ ബേസിസ് നമുക്കറിയായിരുന്നു. ഒരു ബേസിസ് എഴുതിയാൽ മതി, അതിലുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര തന്നെ എലമെൻറ്റ്സ് ആയിരിക്കും അതിൻ്റെ ഏത് ബേസിസ് എടുത്താലും ഉണ്ടാവുക. സോ Pnൻ്റെ ബേസിസ് എന്ന് പറയുന്നത് 1x x square etc. x raised to n ആണ്. ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് Pn and it contains n plus 1 elements. So dimension of Pn equal to n plus 1. Now dimension of Mn equal to m into n. And what do you mean by Mmn? This is the set of all matrices having m rows and n columns. So അതിൻ്റെ ബേസിസ് എഴുതണമെങ്കിൽ നമ്മൾ എഴുതാം ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം 1 ആയിട്ടുള്ള മെട്രിക്സ്, ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ് മാത്രം 1 ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്. ഇത്തരത്തിലുള്ള എഴുതാവുന്ന എല്ലാ കോമ്പിനേഷനും എഴുതിയാൽ ആകെ എത്ര പൊസിഷൻസ് ഉണ്ട് നോക്കിയാൽ മതി. മാട്രിക്സിൽ m into n എലമെൻറ്റ്സ് ഉണ്ടാകും. സോ ദ ബേസിസ് കണ്ടെയ്ൻസ് m into n എലമെൻറ്റ്സ്. സോ ഡയമെൻഷൻ ഓഫ് Mn is m into n. ഫോർ എക്സാമ്പിൾ ഞാൻ M22 ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ മാട്രിസസ് വിത്ത് 2 rows and 2 columns. അതിൻ്റെ ബേസിസ് എഴുതണമെങ്കിൽ 1 0 0 0 then 0 1 0 0 then 0 0 1 0 and 0 0 0 1. So this is the basis of M22. It contains 4 elements, that is 2 into 2 elements. Okay, so likewise Mn has dimension m into n. So ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ നമ്പറിനെയാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് ദ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നത്. Now we have a theorem, plus minus theorem. Let S be a non-empty set of vectors in a vector space V. If S is a linearly independent set and if V is a scalar in V that is outside of span of S, then the set S union set V is also linearly independent. നമ്മൾ എസ് എന്ന ഒരു സെറ്റ് എടുക്കുന്നു വെക്റ്റർ സ്പേസിലുള്ള v1 v2 etc. vn. set of vectors, set of n vectors in the vector space V and let it be the set S. എസിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് v1 v2 etc. vn ഇത്രയും എലമെൻസിൻ്റെ കോമ്പിനേഷനായിട്ട്, ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാവുന്ന എല്ലാ എലമെൻസിൻ്റെയും കളക്ഷനാണ് സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് എസിൽ ഇല്ലാത്ത ഒരു എലമെൻ്റാണ് സ്മോൾ വി എന്ന് വിചാരിക്കാം. അതായത് വി ഡസൻ ബിലോങ് ടു സ്പാൻ ഓഫ് എസ് ആണ് എങ്കിൽ വി കനോട്ട് ബി റിട്ടേൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 etc. vn. ഓക്കെ, ദെൻ ഇഫ് യു ടേക്ക് സ്പാൻ ഓഫ് എസ് union this element set V, then this is also linearly independent. നമ്മളെടുത്ത v1 v2 etc. vn എന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സ്പാൻ ഓഫ് എസ് യൂണിയൻ സെറ്റ് വിയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൂഫാണ് ഇതിനുള്ളത്. നമ്മൾ സെറ്റ് v1 v2 etc. vn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോ വെക്റ്റർ ഇൻ ദിസ് സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതേഴ്സ്. അതായത് v1 v2 etc. vn ഈ വെക്റ്റേഴ്സ് ഒന്നും തന്നെ ബാക്കിയുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാനാവില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ k1 v1 പ്ലസ് എക്സെട്ര പ്ലസ്
kn vn ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ k1 k2 എക്സെട്ര kn എല്ലാം 0 ആവുമല്ലാതെ വേറെ വഴിയില്ല, അല്ലാത്തൊരു കോമ്പിനേഷൻ നമുക്ക് എഴുതാനാവില്ല എന്നർത്ഥം. ഇനി വി എന്ന് പറഞ്ഞ എലമെൻറ്റ് നമ്മൾ എടുക്കുന്നത് v1 v2 എക്സെട്ര vnൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റാത്ത ഒരു എലമെൻറ്റാണ്. ആ എലമെൻറ്റിനെ ഈ സെറ്റിൻ്റെ കൂടെ കൂട്ടിയാൽ അപ്പോഴും ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് ഹാവ് ദ പ്രൂഫ്. So we take S as the set v1, v2, etc. Vr with a linearly independent set of vectors in V, and let V belong to V, be a vector which lie outside span of S. That is, V cannot be written as a linear combination of elements of S. Spanil illa ennu parnal aa elements inde linear combination aayittu V ezhudanavilla എന്നർത്ഥം. Now we consider another set S dash equal to v1, v2, etc. Vr together with this element V. Okay, we have to show that S dash is also linearly independent. S linearly independent ആണെന്ന് തന്നിട്ടുണ്ട്. S dash എന്ന് പറയുന്ന ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യാറുള്ളത് വി ടേക്ക് ദ കോമ്പിനേഷൻ k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര പ്ലസ് kr vr പ്ലസ് kr പ്ലസ് 1 v ഈക്വൽ ടു 0. ഇത്രയും എലമെൻസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എഴുതി. We have to show that all the coefficients k1, k2, etc., kr plus 1 all are zeros. അങ്ങനെയാണെങ്കിലാണ് ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പറയാം. ഇനി ഈ സെക്കൻഡ് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വി എന്ന വെക്ടറിനെ ഈ ഫോമിൽ എഴുതാം. അതായത് വി ടേക്ക് ഓൾ ദീസ് എലമെൻറ്റ്സ് k1, v1, etc., kr vr to the right hand side and we divide the expression by kr plus 1. So it is 1 by kr plus 1 into minus k1 v1 minus k2 v2 etc. minus kr vr. ഇത് ഇങ്ങനെ എഴുതാനാവണമെങ്കിൽ കെ ആർ പ്ലസ് 1 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ കെ ആർ പ്ലസ് 1 എഴുതാനാവില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ എഴുതാനാവില്ല, കാരണം നമ്മൾ ഇക്വേഷൻ 1 പറഞ്ഞിട്ടുണ്ട് വി കനോട്ട് ബി റിട്ടേൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. അത്തരത്തിലൊരു വെക്ടറാണ് നമ്മൾ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ വിയെ നമുക്ക് ഇത്രയും വെക്ടേഴ്സിൻ്റെ v1, v2, etc. vr ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനാവില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ബൈ ദ ഹൈപ്പോത്തസിസ് ഓഫ് ദ തിയറം. സോ ഇത് സാധിക്കാതെ ഇരിക്കണമെങ്കിൽ ആകെയുള്ള വഴി എന്താണ്? കെ ആർ പ്ലസ് 1 0 ആയിരിക്കണം. സോ വി ഹാവ് കെ ആർ പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻ, ഈ സെക്കൻഡ് എക്സ്പ്രഷൻ എന്തായിട്ട് മാറുന്നു? k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര പ്ലസ് kr vr ഈക്വൽ ടു 0 എന്നായി മാറി. കാരണം കെ ആർ പ്ലസ് 1 0 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ എക്സ്പ്രഷൻ 0 ആണെങ്കിൽ നമുക്കറിയാം സെറ്റ് v1, v2, എക്സെട്ര vr എന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയുള്ള ഒരു സെറ്റാണ്. സോ അതിന് ഇത്തരത്തിലൊരു ലീനിയർ കോമ്പിനേഷൻ എഴുതിയാൽ ഈക്വൽ ടു 0 ആണെങ്കിൽ ആകെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് k1, k2, എക്സെട്ര kr എല്ലാം 0 ആവുകയാണ്. ഓക്കെ, സോ വി ഹാവ് k1 ഈക്വൽ ടു 0, k2 ഈക്വൽ ടു 0, എക്സെട്ര kr ഈക്വൽ ടു 0. സോ നമ്മൾ പ്രൂവ് ചെയ്തത് k1 v1 പ്ലസ് എക്സെട്ര പ്ലസ് kr പ്ലസ് 1 v ഈക്വൽ ടു 0 ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ kr പ്ലസ് 1 0 ആയിരിക്കണം എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു. അതിനുശേഷം k1, k2, എക്സെട്ര kr എല്ലാം 0 ആയിരിക്കുമെന്നും നമ്മൾ പ്രൂവ് ചെയ്തു. That is, this set S dash is linearly independent. Okay, so നമ്മൾ റിസൾട്ട് ഓർത്ത് വയ്ക്കേണ്ടത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ എടുത്തു, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിലുള്ള ആ സെറ്റിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ച് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനാവാത്ത ഒരു വെക്ടറാണ് വി എങ്കിൽ വി എന്ന വെക്ടർ കൂടി ഈ സെറ്റിനോട് ചേർത്താലും ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതാണ് തിയറത്തിൽ പറഞ്ഞത്. ഇനി തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇഫ് വി ഈസ് എ വെക്ടർ ഇൻ എസ് ദാറ്റ് ഈസ് എക്സ്പ്രസിബിൾ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്ടേഴ്സ് ഇൻ എസ് ദെൻ എസ് മൈനസ് സെറ്റ് വി ആൻഡ് സ്പാൻ എസ് ഇസ് എ സെയിം സ്പേസ്. ദാറ്റ് ഈസ് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു സ്പാൻ ഓഫ് എസ് മൈനസ് സെറ്റ് വി. അതായത് എസ് എന്ന ഒരു സെറ്റ് നമ്മൾ എടുക്കുന്നു, സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ ദ വെക്ടർ സ്പേസ് വി. അതിലുള്ള ഒരു വെക്ടറാണ് വി എന്ന് വിചാരിക്കാം. പക്ഷേ ഈ വി എന്ന വെക്ടറിനെ എസ്സിലുള്ള മറ്റ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എസ്സിൽ നിന്ന് വി എന്ന വെക്ടർ ഒഴിവാക്കിയാലും നമുക്ക് ലഭിക്കുന്ന ബാക്കിയുള്ള സെറ്റ് എസ് മൈനസ് സെറ്റ് വി എന്ന സെറ്റും എസ്സും സ്പാൻ ചെയ്യുന്നത് സെയിം സ്പേസിനെ ആയിരിക്കും. അതായത് സ്പാൻ ഓഫ് എസ്സും സ്പാൻ ഓഫ് എസ് മൈനസ് വിയും സെയിം ആയിരിക്കും എന്നർത്ഥം. സോ ലെറ്റ് us prove the theorem. So we assume that S equal to v1, v2, etc. vr is a set of vectors in V, and let vr be the linear combination of v1, v2, etc. vr minus 1. v1, v2, etc. vr എന്നൊരു സെറ്റ് നമ്മൾ എടുക്കുന്നു, അതിലുള്ള ഒരു എലമെൻറ്റ് ഫോർ എക്സാമ്പിൾ vr ബാക്കിയുള്ളവയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു.
സോ വി ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമ്മൾ അസ്യൂം ചെയ്തു സം ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 എക്സെട്ര വി ആർ മൈനസ് വൺ ദാറ്റ് ഇസ് c1 v1 പ്ലസ് c2 v2 പ്ലസ് എക്സെട്ര പ്ലസ് സി ആർ മൈനസ് വൺ വി ആർ മൈനസ് വൺ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു സ്പാൻ ഓഫ് എസ് മൈനസ് സെറ്റ് വി ആർ എന്നാണ്. ഇനി എസ് മൈനസ് സെറ്റ് വി ആറിലുള്ള എല്ലാ എലമെൻസും എസ്സിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. എസ്സിലുള്ള എലമെൻസിൽ നിന്ന് വി ആർ എന്ന എലമെൻറ്റ് ഒഴിവാക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ച് എഴുതാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എസ്സിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ച് എഴുതാവുന്ന സെറ്റിൻ്റെ ഉള്ളിലുണ്ടാവും. സോ സ്പാൻ ഓഫ് എസ് മൈനസ് വി ആർ ഇസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് സ്പാൻ ഓഫ് എസ്. ഈ ഭാഗം ക്ലിയർലി ട്രൂ ആണ്. നമുക്ക് ഈ സെറ്റ് ഈക്വൽ ആണെന്ന് കാണിക്കണമെങ്കിൽ തിരിച്ചുള്ള ഭാഗമാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് സ്പാൻ ഓഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് സ്പാൻ ഓഫ് എസ് മൈനസ് വി ആർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ രണ്ട് സബ്സെറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ വി വിൽ ടേക്ക് ആൻ എലമെൻറ്റ് ഹിയർ ആൻഡ് വിൽ ഷോ ദാറ്റ് ഇറ്റ് ലൈസ് ഹിയർ. ഓക്കെ, സോ വി ടേക്ക് ആൻ എലമെൻറ്റ് ഇൻ സ്പാൻ ഓഫ് എസ്. സോ ലെറ്റ് ദ എലമെൻറ്റ് ബി ഡബ്ല്യു. ഡബ്ല്യു എന്ന എലമെൻറ്റ് ഞാൻ സ്പാൻ ഓഫ് എസ്സിൽ നിന്ന് എടുത്തു. സ്പാൻ ഓഫ് എസ്സിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്? ആ എലമെൻറ്റ്സ് എല്ലാം തന്നെ v1 v2 എക്സെട്ര വി ആർ ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാവുന്ന വെക്റ്റേഴ്സാണ് സ്പാൻ ഓഫ് എസ്സിലുള്ളത്. സോ ഈ ഡബ്ല്യു എന്നത് സ്പാൻ ഓഫ് എസ്സിലുണ്ടെങ്കിൽ ഡബ്ല്യു ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 എക്സെട്ര വി ആർ. സോ ദർ എക്സിസ്റ്റ് k1 k2 എക്സെട്ര kr സച്ച് ദാറ്റ് w ഈക്വൽ ടു k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര പ്ലസ് kr vr. ഓക്കെ, സോ ഹിയർ വി ആർ എന്നതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ മുമ്പ് എഴുതി വെച്ചിരുന്നു. വി ആറിനെ v1 v2 എക്സെട്ര വി ആർ മൈനസ് വണ്ണിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാം എന്ന് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി ആറിന് പകരം c1 v1 പ്ലസ് എക്സെട്ര പ്ലസ് സി ആർ മൈനസ് വൺ വി ആർ മൈനസ് വൺ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ എക്സ്പ്രഷനെ ഒന്ന് അറേഞ്ച് ചെയ്തെഴുതി v1 ഉള്ള ടേംസ് മാത്രം ഒന്ന് കമ്പൈൻ ചെയ്യുക. k1 പ്ലസ് c1 kr v1 പ്ലസ് k2 പ്ലസ് kr c2 v2 പ്ലസ് എക്സെട്ര പ്ലസ് kr മൈനസ് വൺ പ്ലസ് സി ആർ മൈനസ് വൺ വി ആർ മൈനസ് വൺ. ഓക്കെ, kr മൈനസ് വൺ പ്ലസ് സി ആർ മൈനസ് വൺ ഇൻറ്റു വി ആർ മൈനസ് വൺ. ഇത്രയും എലമെൻറ്റ്സ് ആണ് നമുക്കിതിൽ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ കിട്ടുക. ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ വി ആർ എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇല്ല. പകരം നമ്മൾ v1 v2 എക്സെട്ര വി ആർ മൈനസ് വണ്ണിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് w ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 എക്സെട്ര വി ആർ മൈനസ് വൺ. സോ ഡബ്ല്യുവിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എത്ര എലമെൻറ്റ്സ് മതി? v1 v2 എക്സെട്ര വി ആർ മൈനസ് വൺ വരെയുള്ള എലമെൻറ്റ്സേ ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് w ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ് മൈനസ് സെറ്റ് വി ആർ. വി ആറിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. സോ സ്പാൻ ഓഫ് എസ്സിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് സ്പാൻ ഓഫ് എസ് മൈനസ് വി ആറിലുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് സ്പാൻ ഓഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് സ്പാൻ ഓഫ് എസ് മൈനസ് വി ആർ. സോ വി ഹാവ് ദീസ് ടു സെറ്റ്സ് ആർ ഈക്വൽ. സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു സ്പാൻ ഓഫ് എസ് മൈനസ് വി ആർ. ഇനി അടുത്ത തിയറത്തിൻ്റെ റിസൾട്ട് ശ്രദ്ധിക്കാം. വി ആർ സ്റ്റേറ്റിംഗ് ദ തിയറം വിത്തൗട്ട് പ്രൂഫ്. ലെറ്റ് വി ബി an n-dimensional vector space and let v1 v2 etc vn be any basis. If a set in V has more than n vectors, then it is linearly dependent. If a set in V has fewer than n vectors, then it does not span V. അതായത് നമുക്ക് R3യുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. R3 എന്ന വെക്റ്റർ സ്പേസ് എടുത്താൽ അതിൽ സ്റ്റാൻഡേർഡ് ബേസിസ് അഗെയിൻ ഞാൻ എടുക്കുകയാണ്. 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഈ മൂന്ന് വെക്റ്റേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ R3യിലുള്ള ഏത് എലമെൻറ്റിനെ വേണമെങ്കിലും നമുക്ക് സ്പാൻ ചെയ്യാനാകും. ഈ മൂന്ന് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് R3യിലുള്ള ഏത് വെക്റ്ററിനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഈ മൂന്ന് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് റിസൾട്ടിൽ പറയുന്നത് ഈ മൂന്ന് വെക്റ്റേഴ്സിനോട് കൂടി നമ്മൾ ഒരു വെക്റ്ററും കൂടി എക്സ്ട്രാ ചേർത്തു എന്ന് വിചാരിക്കാം. ദെൻ ദ സെറ്റ് ബിക്കംസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതായത് ഈ മൂന്ന് വെക്റ്റേഴ്സിനോട് കൂടി ഫോർ എക്സാമ്പിൾ ഞാൻ 1 2 0 എന്ന ഒരു വെക്റ്റർ കൂടെ ചേർത്തു എന്ന് വിചാരിക്കാം. സോ ദ സെറ്റ് ബിക്കംസ് e1 e2 e3 ദെൻ ദിസ് സെറ്റ് v, ദിസ് എലമെൻറ്റ് v. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് v എന്ന വെക്റ്ററിനെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു e1 പ്ലസ് 2 ഇൻറ്റു e2 എന്ന് എഴുതാം. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് v എന്ന എലമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് v ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു എലമെൻറ്റ്സ്. ദെർഫോർ ദിസ് സെറ്റ് ഇസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ നമ്മളൊരു ബേസിസിനോട് കൂടി അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ, ഒരു ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റായിട്ട് മാറും. ഓക്കെ, അതാണ് ആദ്യത്തെ റിസൾട്ടിൽ പറഞ്ഞത്.
വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബേസിസ് എന്ന് പറയുന്നത് മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കാം, അതിനോടുകൂടി കൂടുതൽ എലമെൻറ്റ്സ് ചേർക്കുമ്പോൾ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറാം. അത്രയും സെറ്റ്സിനെയാണ് നമ്മൾ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ബേസിസ് ഈസ് ഓൾവേസ് എ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനോട് കൂടി നമുക്ക് എക്സ്ട്രാ എലമെൻറ്റ്സ് ചേർത്തിട്ട് അതിനെ വീണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിർത്താൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ റിസൾട്ടിൽ പറയുന്നത് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ബേസിസിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 3 എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഞാൻ ഒഴിവാക്കി എന്ന് വിചാരിക്കാം. ബാക്കിയുള്ളത് E1ഉം E2ഉം മാത്രമാണ്. പക്ഷേ ഈ E1ഉം E2ഉം മാത്രം വിചാരിച്ചുകൊണ്ട് R3യിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും സ്പാൻ ചെയ്യാനാവില്ല. അതാണ് രണ്ടാമത്തെ റിസൾട്ടിൽ പറയുന്നത്. ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനേക്കാൾ കുറച്ച് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ആ സെറ്റിനെ, ആ വെക്റ്റർ സ്പേസിനെ നമുക്ക് സ്പാൻ ചെയ്യാനാവില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ 1 2 3 എന്ന വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ 1 2 3യെ ഈ 2 വെക്റ്റേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് എനിക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനാവില്ല. ഓക്കെ, സോ ഇഫ് എ സെറ്റ് വി ഹാസ് ഫ്യൂവർ ദാൻ n വെക്റ്റേഴ്സ്, n എന്ന് പറയുന്നത് ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇഫ് എ സെറ്റ് ഇൻ വി ഹാസ് ഫ്യൂവർ ദാൻ n വെക്റ്റേഴ്സ് ദെൻ ഇറ്റ് ഡസ് നോട്ട് സ്പാൻ വി. അതായത് ഒരു ബേസിസ് എന്ന് പറയുന്നത് മിനിമൽ സ്പാനിങ് സെറ്റ് ഇൻ വി ആണ്. മിനിമൽ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? സ്പാനിങ് സെറ്റിൽ മിനിമം ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ സ്പാനിങ് സെറ്റ് ആവണമെങ്കിൽ മിനിമം അത്ര എലമെൻറ്റ്സ് വേണം. നിങ്ങൾ കൂടുതൽ എലമെൻറ്റ്സ് ചേർത്തു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അതായത് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ബേസിസ് ഉണ്ട്, നമുക്ക് E1 E2 E3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ബേസിസ്. ഈ സ്റ്റാൻഡേർഡ് ബേസിസിനോട് കൂടി ഞാൻ പുതിയൊരു വെക്റ്റർ ചേർത്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1 2 0 എന്ന വെക്റ്റർ. ഈ 4 വെക്റ്റേഴ്സ് ചേർന്നാലും R3യെ സ്പാൻ ചെയ്യും എന്നെങ്കിൽ എനിക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു E1 പ്ലസ് 2 ഇൻറ്റു E2 പ്ലസ് 3 ഇൻറ്റു E3 പ്ലസ് 0 ഇൻറ്റു V എന്ന് എനിക്ക് എഴുതാം. അതായത് നമ്മൾ ഇതിൽ K1 K2 K3 എല്ലാ എലമെൻസും 0 ആവരുത് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ചിലതൊന്നും 0 ആയാൽ നമുക്ക് കുഴപ്പമില്ല, ഡെഫിനിഷനിൽ പ്രശ്നം വരുന്നില്ല. സോ ഹിയർ 1 2 3 ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് E1 E2 E3 V. സോ അതുപോലെ R3യിലുള്ള ഏതൊരു വെക്റ്ററിനെയും നിങ്ങൾക്ക് E1 E2 E3 V ഈ 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാം. സോ ഒരു സ്പാനിങ് സെറ്റ് ആവണമെങ്കിൽ അതിൽ മിനിമം എത്ര എലമെൻറ്റ്സ് വേണം? ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര എലമെൻറ്റ്സ് വേണം. അതിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ചേർത്താൽ നമുക്ക് കുഴപ്പമില്ല. അതാണ് ഇവിടെ മിനിമൽ സ്പാനിങ് സെറ്റാണ് ബേസിസ് എന്ന് പറഞ്ഞത്. സോ ഈ 2 റിസൾട്ട്സ് നമ്മൾ ഓർത്തിരിക്കാം. ആദ്യത്തെ റിസൾട്ടിൽ പറഞ്ഞത് ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൽ നിന്ന് ഒരു അതിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റായിട്ട് മാറും. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കില്ല. ഇനി ഒരു ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനേക്കാൾ കുറച്ച് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ആ ബേസിസിൽ നമ്മൾ കുറച്ച് എലമെൻറ്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ ആ സെറ്റ് വിയെ സ്പാൻ ചെയ്യില്ല. ഓക്കെ, സോ എ ബേസിസ് ഈസ് എ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആൻഡ് ഇസ് എ മിനിമൽ സ്പാനിങ് സെറ്റ് ഇൻ വി. അടുത്ത തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലെറ്റ് വി ബി ആൻ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആൻഡ് ലെറ്റ് എസ് ബി എ സെറ്റ് ഇൻ വി വിത്ത് എക്സാക്ട്ലി n വെക്റ്റേഴ്സ്. Then S is a basis for V if and only if S spans V or S is linearly independent. പറഞ്ഞു അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വെക്റ്റർ സ്പേസ് എടുത്തു, V എന്ന ഒരു വെക്റ്റർ സ്പേസ്. അതിൻ്റെ ഡയമെൻഷൻ n ആണെന്ന് വിചാരിക്കാം. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് ഡയമെൻഷൻ ഓഫ് ദ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഡയമെൻഷൻ n ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിയുടെ ബേസിസിൽ n എലമെൻറ്റ്സ് ഉണ്ട് എന്നർത്ഥം. ഇനി നമ്മൾ വിയുടെ ഒരു ബേസിസ് ഉണ്ടാക്കി എടുക്കണമെന്ന് വിചാരിക്കാം. സോ നമ്മൾ ഈ വെക്റ്റർ സ്പേസിലുള്ള n വെക്റ്റേഴ്സ് എടുക്കുന്നു. V1 V2 എക്സെട്ര Vn n വെക്റ്റേഴ്സ് എടുത്തു. ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വിയുടെ ഒരു ബേസിസ് ആയിരിക്കും എന്നാണ് ഈ റിസൾട്ടിൻ്റെ ഒരു ഭാഷ്യം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സെറ്റ് V1 V2 എക്സെട്ര Vn വിയെ സ്പാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണെന്ന് വിചാരിക്കാം. ഓട്ടോമാറ്റിക്കലി അത് ബേസിസ് ആയിട്ട് മാറും. സോ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഡയമെൻഷൻ n ആണെങ്കിൽ നമ്മൾ വിയിൽ നിന്ന് n വെക്റ്റേഴ്സ് എടുത്താൽ ഒന്നുകിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ അത് ബേസിസ് ആവും, അല്ലെങ്കിൽ അത് വിയെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബേസിസ് ആവും. വേറെ വിധത്തിൽ പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വിയെ സ്പാൻ ചെയ്യും. ഓക്കെ, നമുക്ക് ബേസിസ് ആവണമെങ്കിൽ എന്ത് വേണം? സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവണം, വിയെ സ്പാൻ ചെയ്യുകയും വേണം. സോ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വിയെ സ്പാൻ ചെയ്യുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ ഈ സെറ്റ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമായിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് ഏത് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എടുത്താലും ശരിയാവില്ല. വിയുടെ ഡയമെൻഷൻ എത്രയാണോ അത്രയും വെക്റ്റേഴ്സ് എടുത്തിട്ടാണ് നമുക്കത് പ്രൂവ് ചെയ്യേണ്ടത്.
ഓക്കെ. സോ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ R3യുടെ ഡിഫറെൻറ്റ് ബേസിസുകൾ ഉണ്ടാക്കിയെടുത്തത്. അവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? R3യിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ കിടക്കുന്ന, അല്ലെങ്കിൽ രണ്ടെണ്ണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കി എടുത്തിട്ട് മൂന്നാമത്തെ വെക്ടർ വേറെ പ്ലെയിനിൽ കിടക്കുന്ന രീതിയിലുള്ള 3 വെക്ടേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? R3യുടെ ബേസിസ് ആണ് എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ ആക്ച്വലി ഈ റിസൾട്ടാണ് അപ്ലൈ ചെയ്തത്. അതായത് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയുള്ളൊരു സെറ്റ് എടുക്കുമ്പോൾ നമ്മൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ബേസിസ് ആയിട്ട് മാറും. നമ്മൾ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് സ്പാൻ ചെയ്യും എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഓക്കെ. So let us prove the theorem. Assume that S has n vectors and S spans V. V എന്ന് പറയുന്നത് ഒരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ്. വിയുടെ ഡയമെൻഷൻ n ആണ്. നമ്മൾ S എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു. ആ സെറ്റിൽ n വെക്റ്റേഴ്സ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തു. കൂടാതെ ആ സെറ്റ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ട് എന്നും അസ്യൂം ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ S ഒരു ബേസിസ് ആയിരിക്കും എന്നാണ്. ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എക്സ്ട്രാ ഇനി എന്തുകൂടെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്? ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുകൂടി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സോ സപ്പോസ് S is not linearly independent. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? S എന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം there is a vector V in S which can be written as a linear combination of other elements in S. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം വിയിലുള്ള ഒറ്റ വെക്ടറിനെയും നമുക്ക് ബാക്കിയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനാവില്ല. ഓക്കെ. സോ ഇവിടെ S ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് there is a vector V which can be expressed as a linear combination of other elements in S. ഇനി നമ്മൾ പ്ലസ് മൈനസ് തിയറത്തിൽ എന്തായിരുന്നു പ്രൂവ് ചെയ്തത്? നമ്മൾ പറഞ്ഞത് S എന്ന ഒരു സെറ്റ് എടുത്തു, അത് V എന്ന വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇനി എസിൻ്റെ ഉള്ളിലുള്ള ഒരു എലമെൻ്റ് ആണ് സ്മോൾ v. ആ എലമെൻറ്റിന് എസ്സിലുള്ള മറ്റ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാനാവുമെങ്കിൽ എസിൻ്റെ സ്പാനും എസ് മൈനസ് വിയുടെ സ്പാനും സെയിം സ്പേസ് ആയിരിക്കും എന്നാണ് പ്ലസ് മൈനസ് തിയറത്തിൽ നമ്മൾ ചെയ്തത്. സോ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് വി ആണ്, കാരണം എസ് സ്പാൻ വി ആയതുകൊണ്ട് സ്പാൻ ഓഫ് എസ് ഇസ് വി. സോ വാട്ട് വി ഗെറ്റ്? സ്പാൻ ഓഫ് എസ് മൈനസ് സെറ്റ് വി ഓൾസോ ഈക്വൽ ടു വി. പക്ഷേ എസ് മൈനസ് വിയിൽ എത്ര എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക? എസ്സിൽ n എലമെൻറ്റ്സ് ആണെങ്കിൽ എസ് മൈനസ് വിയിൽ n-1 എലിമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് ഇവിടെ ലഭിച്ച പ്രകാരം n-1 എലിമെൻറ്റ്സ് ഉപയോഗിച്ച് വിയെ നമുക്ക് സ്പാൻ ചെയ്യാനാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിയുടെ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആണ്. സോ എന്നിനേക്കാൾ കുറച്ച് എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വിയെ സ്പാൻ ചെയ്യാനാവില്ല. തൊട്ട് മുമ്പ് പറഞ്ഞ തിയറത്തിൽ ഇതാണ് പറഞ്ഞത്, ഒരു വെക്റ്റർ സ്പേസിന് ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനേക്കാൾ കുറച്ച് എലമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ആ സെറ്റിനെ സ്പാൻ ചെയ്യാനാവില്ല. അപ്പം ഫോർ എക്സാമ്പിൾ R3യിൽ E1ഉം E2 മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് R3യെ സ്പാൻ ചെയ്യാനാവില്ല. അതുപോലെ ഡയമെൻഷൻ ഓഫ് വി n ആയതുകൊണ്ട് എന്നിനേക്കാൾ കുറച്ച് എലമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് വിയെ സ്പാൻ ചെയ്യാനാവില്ല. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ. So this is not possible by theorem 2. A set with fewer than n elements cannot span V. Therefore, our assumption was wrong. Therefore, S is linearly independent. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എസ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമായിരിക്കും എന്ന് പ്രൂവ് ചെയ്തു. Therefore, S is a basis of V. ഇനി ഇതുപോലെ നമുക്ക് കാണിക്കേണ്ടത് എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വിയെ സ്പാൻ ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. സോ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. വി എന്ന് പറയുന്നത് ഡയമെൻഷൻ n ആയിട്ടുള്ള ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ. വി ആർ ടു ഷോ ദാറ്റ് ദിസ് സെറ്റ് എസ് സ്പാൻസ് വി. അങ്ങനെയല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് സ്പാൻ ഓഫ് എസ് നോട്ട് ഈക്വൽ ടു വി. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്പാൻ ഓഫ് എസ് വി അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിയിലുള്ള ഏതോ ഒരു എലമെൻ്റെങ്കിലും എസിൻ്റെ സ്പാനിൽ വരുന്നില്ല. അതായത് എസ്സിലുള്ള എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാനാവാത്ത ഒരു എലമെൻ്റെങ്കിലും വിയിലുണ്ട് എന്നർത്ഥം. The rest is a vector V belong to capital V which cannot be written as a linear combination of elements of S. Therefore, what happened? S union set V is linearly independent. നമ്മളുടെ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് ആദ്യം അസ്യൂം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എസിൻ്റെ സ്പാൻ ഓഫ് എസിൻ്റെ പുറത്തുള്ള ഒരു എലമെൻ്റ് ആണ് സ്മോൾ വി എന്ന് പറഞ്ഞു. ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പ്ലസ് മൈനസ് തിയറം പ്രകാരം ഈ എസിനോട് കൂടി സെറ്റ് വിയും കൂടെ ചേർത്ത് കഴിഞ്ഞാലും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇത് പോസിബിൾ അല്ല, കാരണം എസ്സിൽ നമ്മൾ n എലമെൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. എസ്സിൽ n എലിമെൻറ്റ്സ് ഉണ്ട്, ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആണ്. സോ എന്നിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് വി എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാവില്ല.
A basis is a maximal linearly independent set in V ആണ്. So dimension of V equal to n ആയതുകൊണ്ട് n-നേക്കാൾ കൂടുതൽ എലമെൻസിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാവില്ല. ഇവിടെ എസ് യൂണിയൻ സെറ്റ് വിയിൽ n+1 എലിമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെറ്റിന് എന്താവാൻ പറ്റില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനാവില്ല. കാരണം എന്താണ്, ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആണ്. അതുകൊണ്ട് n-നേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് വി എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ഹിയർ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ദെർഫോർ our assumption was wrong. അതായത് span of s not equal to v എന്നത് സംഭവിക്കില്ല. Therefore span of s equal to v. So we proved that if s is a linearly independent set, then it automatically spans v. Okay, therefore s is a basis of v. Today let us stop here. The next class we will do some problems.